ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ CSS ബട്ടൺസിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ പഠിക്കുന്നത്. ഓക്കെ, CSSനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല രീതിയിൽ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CSS ടേബിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ടേബിൾസിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബട്ടൺസിൻ്റെയും പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ബട്ടൺസിൽ നമുക്ക് സാധാരണ ബട്ടൺസ് ഹൈറ്റ്, വിഡ്ത്ത് അങ്ങനത്തെ പ്രോപ്പർട്ടീസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ചില പ്രോപ്പർട്ടീസ് കൊടുത്തുകൊണ്ട് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ബട്ടൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബട്ടൺസിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സാധാരണ നമ്മൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ബോർഡേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടേബിൾസിൽ ചെയ്തിട്ടുള്ള പോലെ ബോർഡേഴ്സും ബാക്ക്ഗ്രൗണ്ട് കളേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേബിൾസ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടൺ ടാഗ് ആണ് ഉപയോഗിക്കുന്നത്. ബട്ടൺ ടാഗിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് സ്റ്റൈൽസ് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഡീഫാൾട്ടായിട്ട് HTML ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചത് ബട്ടൺ ടാഗ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ബട്ടൺ ടാഗ് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് എന്ത് ടൈപ്പ് ചെയ്താലും അല്ലെങ്കിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞ് എന്ത് ടൈപ്പ് ചെയ്താലും അതൊരു ബട്ടൺ, ഇതൊരു ബേസിക് ആയിട്ടുള്ള ബട്ടൺ ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കളർ, അതായത് ബട്ടൺ ടാഗിന് നമുക്ക് ബട്ടൺ സെലക്ടർ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ ബട്ടൺ സെലക്ടർ വന്നിട്ടുണ്ട്. ഈ ബട്ടൺ സെലക്ടർ നിങ്ങൾക്ക് ക്ലാസ്സോ IDs എന്ത് കൊടുത്തിട്ട് വേണമെങ്കിലും സെലക്ടേഴ്സ് ഉപയോഗിക്കാം. ആദ്യമായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തെങ്കിൽ മാത്രമേ ബട്ടണിന് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് ലുക്ക് ഉണ്ടാവുള്ളൂ. ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ബട്ടണാണ്. ഇനി ഇത് ഓരോ ബ്രൗസറിൽ ഈ ബേസിക് ബട്ടൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ എഡ്ജിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വേറൊരു സ്റ്റൈലായിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ CSS പ്രോപ്പർട്ടി ഉപയോഗിച്ച് സ്റ്റൈലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ രീതിയിൽ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് എന്ത് കളേഴ്സ് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ ജസ്റ്റ് ഞാനൊരു ഗ്രീൻ കളറാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ളത്. നമുക്ക് കുറച്ചും കൂടെ ലൈറ്റ് ഗ്രീൻ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ സാധിക്കും. ഇത് ഇവിടെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഗ്രീൻസ് അവൈലബിൾ ഉണ്ട്. ഇതിൽ നമുക്ക് ഏത് ലൈറ്റ് ഗ്രീൻ വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഞാനൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു ബേസിക് ആയിട്ടുള്ള കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടണിൽ കാണുന്ന ബേസിക് കളേഴ്സ് പ്രോപ്പർട്ടീസിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബോർഡർ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ബോർഡർ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബോർഡർ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ നൺ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. അപ്പം ബോർഡർ റിമൂവ് ചെയ്യണമെങ്കിൽ ബോർഡർ കൊടുക്കുക, അതിനുശേഷം നൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നൺ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ബോർഡർ ഇപ്പോൾ പോയിട്ടുണ്ട്. ഡീഫാൾട്ടായിട്ട് ഒട്ടുമിക്ക എല്ലാ ബ്രൗസറിലും ബട്ടൺസിനും ബോർഡേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് സൈസ് മാറ്റണം. ഓക്കെ, ടെക്സ്റ്റിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് കണ്ടൻറ്റിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത്? ഫോണ്ട് സൈസ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു 3 EM എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബട്ടൺസ് കുറച്ചും കൂടി വലുതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിൻ്റെ അകത്ത്, അതായത് ഇവിടെ കുറച്ച് സ്പേസിങ് ആഡ് ചെയ്യണം. ഓക്കെ, അതായത് അകത്തേക്കാണ് എനിക്ക് സ്പേസിങ് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് കൊടുക്കേണ്ടത്? പാഡിങ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, മാർജിൻ അല്ല, നമ്മൾ പാഡിങ്ങും മാർജിനും പല ആളുകൾക്കും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പാഡിങ് ഞാനിപ്പോൾ ഒരു 30 px കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പം എല്ലാ സൈഡിലും 30 px കൊടുത്തതുകൊണ്ട് എന്താണ് ഇത് കാണാനൊരു ബട്ടൺ പോലെ നമുക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തോ എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ്. ഓക്കെ, സോ ബട്ടണിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുകളിലും താഴെയും ഒരുപാട് സൈസിങ് ആവശ്യമില്ല. ലെഫ്റ്റും റൈറ്റും കുറച്ചും കൂടെ അധികം സൈസ് ആവശ്യമുണ്ട്. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് 2 വാല്യൂസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു 60 px കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു ബട്ടൺ പോലെ തോന്നുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് 70 px കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ആദ്യത്തെ 30 px ഇതിനാണ് മുകളിലും താഴെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ 70 px എന്ന് പറഞ്ഞത് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു പ്രോപ്പർട്ടി, മിസ്സിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഇതിൻ്റെ കളറാണ്. കളർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ നമുക്ക് കളർ പ്രോപ്പർട്ടിയും കൂടെ കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞത് ബ്ലാക്ക് കളറായിരിക്കും. ഡീഫാൾട്ട് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക് കളർ എന്നുള്ളത്. എനിക്ക് ആ കളർ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ കൊടുക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. അതിനുശേഷം വൈറ്റ് കളറാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. വൈറ്റ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹാഷ് സിമ്പിൾ ഇട്ടിട്ട് 3 F കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് കളർ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സിനെ കുറിച്ച് പഠിച്ചപ്പം അതിൻ്റെ അകത്ത് ഹെക്സ് കളേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമുക്കിതുപോലെ ഹാഷ് സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാൻ സാധിക്കും. ഹെക്സ് കളേഴ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാഷ് സിമ്പിളിൽ നിന്നാണ്. RGB കളേഴ്സ് ആണെങ്കിൽ RGBയിൽ നിന്നാണ്. ഓക്കെ, നമ്മളിവിടെ IDസിനൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഹാഷ് സിമ്പിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹെക്സ് കളേഴ്സാണ് ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ,
ഇനി ഇതുപോലെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സാധാരണ ബട്ടൺസൊക്കെ പോകുമ്പോൾ നമ്മൾ ബട്ടൺസിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കേഴ്സർ ചേഞ്ച് ആവും. ഓക്കെ, കേഴ്സർ ചേഞ്ച് ആവും, പലതരത്തിലുള്ള കേഴ്സർ ചേഞ്ച് ആവും. അപ്പം ഞാനിപ്പോൾ ഇവിടെ കാണിക്കുമ്പം ഇവിടെ ഒരു ആരോ ആണ് കേഴ്സറായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു ബട്ടൺ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ക്ലിക്കിംഗ് ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വേറൊരു പ്രോപ്പർട്ടി ഉപയോഗിക്കാം. കേഴ്സർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഇത് ബട്ടൺസിന് മാത്രമായിട്ട്, നമുക്ക് ബട്ടൺസിന് മാത്രമല്ല എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് കേഴ്സർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഇതിൻ്റെ അകത്ത് പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കേഴ്സേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെൽ എന്ന് പറഞ്ഞത്, അതുപോലെ കോണ്ടെക്സ്റ്റ് മെനു, കോപ്പി, കോഴ്സെയർ, ഡിഫാൾട്ട്, അതുപോലെ റീസൈസ്, ഇതെല്ലാം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കേഴ്സേഴ്സ് ആണ്. അതുപോലെ തന്നെ മൂവ് കേഴ്സേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കേഴ്സേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നോട്ട് അലൗഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കേഴ്സർ ചേഞ്ച് ആവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇത് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്ത ബട്ടണാണ്. ഒരുപാട് ബ്രൗസറിൽ നിങ്ങൾ ഇതുപോലത്തെ നോട്ട് അലൗഡ് ആയിട്ട് കേഴ്സർ മൂവ് ചെയ്യുന്ന, അതായത് ഇങ്ങനത്തെ ഒരു അലൗഡ് അല്ലാത്ത രീതിയിലുള്ള ഒരു ഐക്കൺ കാണിക്കാൻ സാധിക്കും, ബാൻ ചെയ്തിട്ടുള്ള പോലെ. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കേഴ്സേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. പുറത്തേക്ക് വരുമ്പോൾ ആരോ ആയിട്ട് മാറുന്നു, അതുപോലെ തന്നെ ഉള്ളിലേക്ക് പോകുമ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത് എല്ലാം തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കേഴ്സർ സ്റ്റൈൽസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഹാൻഡ് സെലക്ട് ചെയ്യണമെങ്കിൽ ഓക്കെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കേഴ്സർ സ്റ്റൈൽസ് കൊടുത്തിട്ടുണ്ട്. കോപ്പി ചെയ്യാനായിട്ടുള്ള കേഴ്സർ, അതുപോലെ കോണ്ടെക്സ്റ്റ് മെനുവിൻ്റെ കേഴ്സർ ഉണ്ട്. അങ്ങനെ ഒരുപാട് കേഴ്സർ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കേഴ്സർ സ്റ്റൈൽസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. നിങ്ങൾക്ക് ഈ കേഴ്സർ സ്റ്റൈൽസ് എല്ലാം തന്നെ ട്രൈ ചെയ്ത് നോക്കാം. പ്രോഗ്രസ് ബാർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോഗ്രസ് ആവുന്ന പോലെ, ഇത് Windows 11 Windows 7 ആണെങ്കിൽ ഒരു വട്ടം, ഒരു റൗണ്ടിൽ ഇങ്ങനെ ഒരു വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു കേഴ്സർ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ പലതരത്തിലുള്ള കേഴ്സറും ഉണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്, ഈ കേഴ്സേഴ്സ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഹാൻഡ് കേഴ്സേഴ്സും ഉണ്ട്. ആ ഹാൻഡ് കേഴ്സറും കൂടെ ഒന്ന് കണ്ടുപിടിക്കുക, ഏത് പ്രോപ്പർട്ടിയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാനായിട്ട് നിങ്ങൾ ആ ഒരു കേഴ്സർ ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതുപോലെ സൂം ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഇവിടെ മോസ്, അതുപോലെ തന്നെ O എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതിയും, അതുപോലെ വെബ് കിറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതിയിട്ടുണ്ടാവും. ഇതൊന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതെല്ലാം ബ്രൗസർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. മോസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇതിന് മോസില ഫയർഫോക്സ്, അതായത് ഫയർഫോക്സിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. വെബ് കിറ്റ് എന്ന് പറഞ്ഞാൽ ക്രോം, അതുപോലെ ക്രോമിയം ബ്രൗസേഴ്സ്, അത്തരത്തിലുള്ള ചില ബ്രൗസേഴ്സിനുണ്ടാവും. ഇനി ചിലയിൽ നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇനി കാൽക്കുലേറ്റ് ഇൻഹെറിറ്റ് പ്രോപ്പർട്ടീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി വേരിയബിൾ ഈ പ്രോപ്പർട്ടീസും കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ വെബ് കിറ്റ് പ്രോപ്പർട്ടീസ് ചിലയിൽ O എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാകും. അത് ഒപ്പേര മിനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഒപ്പേര ബ്രൗസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നില്ല. ചില പ്രോപ്പർട്ടീസ് മാത്രം ഇൻ കേസ് ഫയർഫോക്സിൽ വർക്ക് ആവുന്നില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പം മോസ്റ്റ്ലി ഫയർഫോക്സിന് മാത്രം സൂം ഇൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഒന്ന് കൊടുക്കാൻ സാധിക്കും. അത് ഈ ഒരു ബ്രൗസർ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ ബ്രൗസറിൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ, വേറെ ബ്രൗസറിലൊന്നും തന്നെ വർക്ക് ആവത്തില്ല. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ വർക്ക് ആവുന്നില്ല, കാരണം ഇത് ഫയർഫോക്സിൽ എടുത്തെങ്കിൽ മാത്രമേ മോസ് സൂം ഇൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വർക്ക് ആവത്തുള്ളൂ. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഡീഫാൾട്ട് ആയിട്ട് വരുന്ന ഈ ഒരു വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ എഡ്ജ് ആണ്. ഓക്കെ, അതായത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എഡ്ജ്, അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള എഡ്ജിലാണ് വിഷ്വൽ സ്റ്റുഡിയോ. കാരണം ഇത് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ കാര്യങ്ങൾ എഡ്ജിൻ്റെ പ്രോപ്പർട്ടീസാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വെബ് കിറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത് എന്തിനാണ്, അതായത് ക്രോമിയം, അതായത് ആ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് വെബ് കിറ്റ് എന്ന് പറഞ്ഞത്. മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ്കോ ബ്രൗസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ടോർ ബ്രൗസേഴ്സ് ഉണ്ട്, പിന്നെ ഫയർഫോക്സ് ഉണ്ട്. ഫയർഫോക്സിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേർഷൻസ് നമുക്ക് അവൈലബിൾ ഉണ്ട്. സോ അങ്ങനെ പല ബ്രൗസേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കേഴ്സർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ ഞാൻ പോയിൻ്റർ എന്ന് പറഞ്ഞ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് പോയിൻ്റർ എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ കൊടുക്കാനുള്ള കാരണം നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് ഈ പോയിൻ്റർ എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ, ഈവൻ നമ്മൾ മൊബൈൽ ഡിവൈസിൽ ഇത്തരം കേഴ്സറിൻ്റെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം മൊബൈൽ ഡിവൈസിൽ മൗസ് കേഴ്സറോ ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, ബട്ട് ഡെസ്ക്ടോപ്പ് ഡിവൈസിലും പിന്നെ ചില ടാബ്ലറ്റ്, ഇതുപോലെ നമ്മൾ മൗസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് ഡിവൈസുകൾക്കും ഇത് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ലാപ്ടോപ്പിനും ആവശ്യമുള്ളതാണ് കേഴ്സേഴ്സ്. ഓക്കെ, സോ കേഴ്സർ പ്രോപ്പർട്ടിയിൽ നമ്മൾ പോയിൻ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമലായിട്ട് ഇതുപോലത്തെ ഒരു ഹാൻഡ് ആയിരിക്കും വരുന്നത്. ഈ ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, അതല്ലാതെ നമ്മൾ കേഴ്സർ ഒന്നും തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. അപ്പോൾ അത് ആക്ച്വലി ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ ആണോ എന്നുള്ളത് യൂസേഴ്സിന് ഒരു ഡൗട്ട് ഉണ്ടാവും. ആ ഒരു കൺഫ്യൂഷൻ അവിടെ ഇപ്പോൾ ഇങ്ങോട്ട് കേഴ്സർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പോലും നമുക്കറിയാൻ സാധിക്കത്തില്ല. ഓക്കെ, സോ അത്തരം സാഹചര്യമാണ്, അത്തരത്തിലുള്ള ഡൗട്ടുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ കേഴ്സർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. കേഴ്സർ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു കേഴ്സർ ചേഞ്ച് ആവും. കേഴ്സർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ യൂസേഴ്സിന് മനസ്സിലാവും ഇത് ക്ലിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ്, അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ആണെന്ന് മനസ്സിലാക്കും. ഓക്കെ, സോ കേഴ്സർ പ്രോപ്പർട്ടി മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഹോവർ ചെയ്യുമ്പോൾ, അതായത് ഇതിൻ്റെ മുകളിൽ ബട്ടൺ ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് കൊടുക്കാൻ പറ്റും. പക്ഷേ അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ സ്യൂഡോ ക്ലാസ്, സ്യൂഡോ എലമെൻസിനെ കുറിച്ചൊക്കെ പഠിക്കാം. ഓക്കെ,
എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. അതുപോലെ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കണം. ആ പ്രോപ്പർട്ടീസിനെങ്കിലും കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ഹോവർ ചെയ്യുമ്പം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും CSS-ൽ. ഓക്കെ, ഒട്ടുമിക്ക എല്ലാ വെബ്സൈറ്റിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതുപോലെ നമ്മൾ നാവ് ബാറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ മുകളിൽ കൊണ്ട് വെക്കുമ്പോൾ കളർ ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ CSS-ൽ ഹോവർ പ്രോപ്പർട്ടി, അതായത് സ്യൂഡോ ക്ലാസ്, സ്യൂഡോ എലമെൻസിനെ കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോപ്പർട്ടീസ് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ആക്ച്വലി നമ്മളിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ബട്ടൺ ടാഗിനാണ് ഇവിടെ സ്റ്റൈൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ബട്ടൺ ടാഗ് അല്ല, ഇപ്പോൾ നിങ്ങൾ ആങ്കർ ടാഗിന് വേണമെങ്കിലും ഇതുപോലെ സ്റ്റൈൽസ് കൊടുക്കാൻ സാധിക്കും. ആങ്കർ ടാഗിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് A ആണ്. ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ആട്രിബ്യൂട്ട് എന്നത് HREF എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ലിങ്ക് കൊടുക്കാനില്ലെങ്കിൽ ഹാഷ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഹാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിടത്തേക്കും പോകത്തില്ല. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ എന്തെങ്കിലും ഹോം എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ ഹോം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും വെബ്സൈറ്റിൻ്റെ URL കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരു പേജിലേക്ക് പോകും. ഹാഷ് സിമ്പിൾ കൊടുത്തില്ല. ഇത് നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം, UI ഡിസൈനിങ് ഒക്കെ കാര്യങ്ങളുടെ ടെസ്റ്റിംഗ് നടത്താൻ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് വേറെ പേജിലേക്ക് പോകണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഹാഷ് സിമ്പിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു പേജിലേക്ക് ഇതുണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ടും വേറെ പേജിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. ഓക്കെ, സോ അത്തരം സാഹചര്യം നമുക്ക് HREF എന്ന് പറഞ്ഞ് ഹാഷ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. എത്ര ഹാഷ് വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇനി എനിക്ക് ഇതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഈ ആങ്കർ ടാഗിനും കൊടുക്കേണ്ടത്. ഓക്കെ, ആങ്കർ ടാഗിനും ഇതേ പ്രോപ്പർട്ടീസ് തന്നെ കൊടുക്കുമ്പം നമ്മളിവിടെ ജസ്റ്റ് ഒരു കോമ ഇടുക, അതിനുശേഷം ആങ്കർ ടാഗ് കൂടി ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഏകദേശം അതുപോലെയൊക്കെ വന്നിട്ടുണ്ട്. വിഡ്ത്തും ഹൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി മാത്രമേ സെപ്പറേറ്റ് ആയിട്ട് വിഡ്ത്തും ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കും. ഇതിനിപ്പം ഡിഫോൾട്ടായിട്ട് വിഡ്ത്തും ഹൈറ്റും ഒന്നും തന്നെ കൊടുക്കാതെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു പ്രോപ്പർട്ടി മാത്രം എക്സ്ട്രാ വന്നിട്ടുണ്ട്. എന്ത് പ്രോപ്പർട്ടിയാണത്? അണ്ടർലൈൻ. ഓക്കെ, സോ ആങ്കർ ടാഗിന് മാത്രം ഈ ഒരു അണ്ടർലൈൻ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? A ടാഗ് ഇവിടെ യൂസ് ചെയ്യണം. ഇതിൽ തന്നെ കൊടുക്കാൻ പാടില്ല. ഇതിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ടെസ്റ്റ് ഡെക്കറേഷൻ ആൾറെഡി ഒന്നും തന്നെ ഇല്ല. നമുക്ക് ആങ്കർ ടാഗിന് മാത്രം ടെസ്റ്റ് ഡെക്കറേഷൻ കൊടുത്താൽ മതി. അതുകൊണ്ട് ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ആങ്കർ ടാഗ് സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം ടെസ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഓക്കെ, ടെസ്റ്റ് ഡെക്കറേഷൻ എന്നതിന് ശേഷം നൺ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഓക്കെ, നൺ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെസ്റ്റ് ഡെക്കറേഷൻ പോകുന്നതായിരിക്കും. ഇനി ഇവിടെ ചെറുതായിട്ടൊരു ഫോണ്ട് കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ഫോണ്ട് കളറല്ല, നമ്മുടെ ഫോണ്ടിൻ്റെ സൈസിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ സ്റ്റൈലിൻ്റെ ഡിഫറൻസും കാണാൻ സാധിക്കും. ഓക്കെ, ഈ രണ്ട് ഡിഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമായിട്ട് ഫോണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ ലെക്ചറിൽ എങ്ങനെയാണ് ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് കാൽബറിയോ ഏരിയലോ അങ്ങനെ ഏത് ഫോണ്ട് വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഓക്കെ, സോ അതുപോലെ ഡിഫറെൻറ്റ് ഫോണ്ടുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഫോണ്ട് തന്നെ വരുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു യൂണിവേഴ്സൽ എലമെൻറ്റിന് യൂണിവേഴ്സൽ ആയിട്ടൊരു ഫോണ്ട് സെറ്റ് ചെയ്യാം. അതായത് ഇവിടെ ഒരു സ്റ്റാർ കൊടുത്തിട്ട് ഇതിൽ ഫോണ്ട് പ്രോപ്പർട്ടി സെറ്റ് കഴിഞ്ഞാൽ ആ ഒരു എൻ്റെ പേജിലുള്ള എല്ലാ എലമെൻറ്റിനും ആ ഒരു ഫോണ്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ അത് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരുവാണ്. ഇൻപുട്ടിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് ബട്ടൺസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് സബ്മിറ്റ് ബട്ടണും അതുപോലെ തന്നെ റീസെറ്റ് ബട്ടണും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ സാധാരണ ബട്ടണും ആങ്കർ ടാഗിനും ഈ പ്രോപ്പർട്ടി എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ ആൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഹോംവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിലുള്ള 2 ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. ഇൻപുട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ എന്നാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻപുട്ട് ടാഗ് ക്ലോസ് ചെയ്യേണ്ടാത്തൊരു ടാഗാണ്. അപ്പം 2 ഇൻപുട്ട് ടാഗ് ക്രിയേറ്റ് ചെയ്യുക. ഒന്ന് സബ്മിറ്റ് ബട്ടണും ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു ബട്ടൺ നമുക്കുള്ളത് റീസെറ്റ് ബട്ടണാണ്. ആ റീസെറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്തുള്ള ടെസ്റ്റ് ചിലപ്പോൾ റീസെറ്റ് കൊറി എന്നൊക്കെ പറഞ്ഞ് പല ബ്രൗസറിലും പലതായിട്ടാണ് വരുന്നത്. അതെന്താണെങ്കിലും കുഴപ്പമില്ല. ഇൻപുട്ട് ബട്ടൺസ് 2 ക്രിയേറ്റ് ചെയ്യുക. അതിന് ഇതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഇനി ബോർഡർ റേഡിയസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ബോർഡർ റേഡിയസ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ബോർഡർ റേഡിയസ് സാധാരണ റൗണ്ട് ആയിട്ടുള്ള ബട്ടണൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോർഡർ റേഡിയസ് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 13% എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ റേഡിയസ് റൗണ്ട് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ 15% എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീണ്ടും കറക്റ്റ് റൗണ്ട് ആയിട്ടുള്ള ബട്ടൺസ് ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മൾ 15% ഒന്നും ഉപയോഗിക്കാറില്ല. ഒരു 5%, 10% ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം റൗണ്ട് ആയിട്ടുള്ള എങ്കിൽ അല്ലാത്തൊരു ബട്ടൺ നമുക്ക് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് PXലും ഉപയോഗിക്കാം. 10px അല്ലെങ്കിൽ ഒരു 25px കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു റൗണ്ട് ആയിട്ടുള്ള ബട്ടൺ ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുപോലെ ബോർഡർ റേസസ് കൊടുത്തുകൊണ്ട് നമുക്ക് ബട്ടനെ വേണമെങ്കിൽ റൗണ്ട് ആക്കാനും സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ CSS മുകളിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഒട്ടുമിക്ക എല്ലാ പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ബോർഡർ കൊടുക്കാം. ഇവിടെ ഞാൻ ബോർഡർ എന്ന് പറഞ്ഞാൽ നണ്ണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബോർഡേഴ്സ് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സുള്ള ബോർഡേഴ്സ് കൊടുത്ത് നോക്കാം. വൈറ്റ് കളറിലുള്ള ബോർഡേഴ്സ് കൊടുത്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രേഡിയൻറ്റ് കൊടുക്കാൻ പറ്റും. അതൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. അതായത് ഒരു ബ്ലൂ കളർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴത്തേക്ക് വരുന്ന ഡിഗ്രി ഉപയോഗിച്ച് നമ്മൾ ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെയും അതൊന്ന് കൊടുത്തു നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓഫ് ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ CSSലുള്ള ഇമേജസിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. അതായത് എങ്ങനെയാണ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അത്തരം പ്രോപ്പർട്ടീസിനെ കുറിച്ചും പിന്നെ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓഫ് ഫോർ ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമന്റ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.